എല്ലാതും ഞാൻ കഴിച്ചിരുന്നു. പക്ഷെ എനിക്കൊരു മാറ്റം ഉണ്ടായില്ല. ലാസ്റ്റ് അവർ പറഞ്ഞത് റെസ്റ്റ് അല്ലാതെ യാതൊരു വഴിയില്ല, ഓപ്പറേഷൻ ചെയ്യാനുള്ള ടൈമും ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്ത് ലൈല മാഡം ഈ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. അവള് വെറുതെ ഒന്ന് വിളിച്ചതാണ് ഞാൻ അവിടെ. വിളിച്ചു നോക്കുമ്പോ ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, അതിൽ ജോയിൻ ആയിക്കോന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ഈ മുട്ടുവേദനയുടെ പ്രശ്നമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു വരുമാനം എന്നുള്ള നിലക്കാണ് ഞാൻ ഇതിലേക്ക് വന്നത്. കാരണം മുട്ടുവേദനക്കുള്ള പ്രോഡക്റ്റ് ഉണ്ടെന്നോ അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഷെയർ ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ള പ്രോഡക്റ്റ് ഉണ്ട് നമ്മളെ അടുത്ത് എന്ന് പറഞ്ഞു. കാരണം സ്റ്റെപ്പൊക്കെ കാണുമ്പോഴേക്കും ഞാൻ കരയായിരുന്നു. സ്റ്റെപ്പ് കയറാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ഞാൻ ഒരു വീൽ ചെയറൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു അവസരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് അവളെ ഞാൻ കോണ്ടാക്ട് ചെയ്തത്. അങ്ങനെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്നാണ്. ആ പ്രോഡക്റ്റ് ഞാൻ മേടിച്ചു നോക്കുമ്പോൾ ഇവിടെ വീട്ടില് എല്ലാവർക്കും അതിനോട് വിസമ്മതമായിരുന്നു. കഴിക്കണ്ട, ഡോക്ടർമാര് അറിഞ്ഞിട്ടില്ല, കാണാത്ത ഒരു പ്രോഡക്റ്റാണ്, എന്ത് വിശ്വസിച്ചിട്ടാണ് കഴിക്കുക എന്നുള്ള ആ ഒരു ലെവലാണ് അവരിനോട് സംസാരിച്ചത്. പക്ഷെ ഞാൻ അപ്പോൾ മാഡത്തിന് വിളിക്കും, നമുക്ക് ആകെ കൂടി ഒരു കൺഫ്യൂഷൻ ആയില്ലേ. ഇത്രയും എക്സ്റേ സ്കാനിങ്ങും എല്ലാ റിസൾട്ടും കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞത് മാറൂല എന്നാണ്. പിന്നെ അതിനാൽ നിങ്ങൾക്ക് വേറെ വല്ല അസുഖം വന്നാല് നമ്മൾ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എന്നെ നിർബന്ധിച്ചു, കഴിച്ച ഒരു പേടിയും പേടിക്കണ്ടെന്നിട്ട്. അങ്ങനെ ഈ പ്രോഡക്റ്റ് എൻ്റെ മോള് ഒരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചേക്ക് പറഞ്ഞു, ആദ്യം ഇതിന്റെ വില നോക്കിയത്. വില നോക്കിയിട്ട് പറഞ്ഞു, ഓ ഇതൊക്കെ താങ്ങാൻ പറ്റുമോ ചോദിച്ചു. അവ പറഞ്ഞു, പിന്നെ പറഞ്ഞത് ഈ പ്രോഡക്റ്റ് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേലൊന്നാകെ നീര് വരും, അലർജി വരും, പിന്നെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും എന്നാണ്. പക്ഷെ ആ പ്രോഡക്റ്റ് ഞാൻ ലൈല മാഡത്തിന്റെ ഒരു വാക്ക്, കമ്പനിയുടെ വിശ്വാസം കൊണ്ടും ഞാനത് കഴിച്ചു. ഞാൻ ഇന്നത് ഹാപ്പി ആയിട്ട് നടക്കുന്നു. ഒരു സ്റ്റെപ്പ് കയറാൻ കഴിയാത്ത ഞാന് അൽഹംദുലില്ലാഹ് നിസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഞാൻ ഇന്നും ലൈല മാഡത്തിനോട് ഞാൻ താങ്ക് യു പറയും. ഞാൻ എന്റെ സുജൂദിൽ ഞാൻ അപ്പൊ എനിക്ക് ആ പോണ സമയത്ത് ലൈല മാഡത്തിന് അപ്പൊ ഓർമ്മ വരും. കാരണം അവള് കാരണം എനിക്ക് നേരം പോലെ നടക്കാൻ എനിക്ക് കഴിഞ്ഞത് അവളെ ഈ ഒരു അവസരത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമാണ്. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പലതും ചിന്തിച്ചിരുന്നു. കാരണം ഇത് മാറൂല എന്ന് പറഞ്ഞിട്ട് എവിടെ ഏതോ ഒരു ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി മാത്രം മതി ചികിത്സ, ഇനി അതില്ല അതിന്റെ അപ്പുറം വേറെ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ ഡോക്ടറെ അടുത്ത് ഞാൻ ചെന്നത്. ആ ഡോക്ടർ പറഞ്ഞു, എന്റെ റിസൾട്ട് തന്നെ നോക്കിയിട്ട് പറഞ്ഞു ഒരു രക്ഷയില്ല കേട്ടോ എന്ന് പറഞ്ഞതാണ്. അവിടുന്ന് ഞാൻ കരഞ്ഞു പോന്ന പെണ്ണാണ് ഞാൻ. ഇന്ന് ഹാപ്പി ആയിട്ട് ഞാൻ ഇതാ നടക്കണു, പിന്നെ ടെറസിന്റെ മുകളിൽ കൊപ്ര ഉണക്കണു, എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യുന്നത്. എന്നെ കൊണ്ട് ഒന്നിനും കഴിയാത്തൊരു വ്യക്തിയായിരുന്നു ഒരു വീട്ടമ്മ എന്നുള്ള നിലക്ക്. അൽഹംദുലില്ലാഹ്. താങ്ക് യു.